ചോദ്യം: ദ്രോഹം ഭയന്ന് ആളുകളെ ബഹുമാനിക്കുന്ന അവസ്ഥ വരുമെന്ന് ഹദീസിലുണ്ടോ? ഉത്തരം: ഉണ്ട്. അതിന്ന് വ്യാപകവുമാണ്. നാം പറയാറില്ലേ, അയാളെ ഒന്ന് പൊക്കിപ്പറയണം, എങ്കിൽ കാര്യം നടക്കുമെന്ന്. അത് തന്നെ. അല്ലാതെ നമുക്ക് അയാളോട് ബഹുമാനമില്ല. ചോദ്യം: റിയാലിറ്റി ഷോയിലും മറ്റും പാട്ടുകാരികൾ രംഗത്ത് വരുന്ന കാലമാണല്ലോ ഇത്. ഇതും ആഖിറുസ്സമാന്റെ അടയാളമാണോ? ഉത്തരം: അതെ. പാട്ടുകാരികൾ വർദ്ധിക്കും. വിനോദത്തിനുള്ള ഉപകരണങ്ങൾ വർദ്ധിക്കലും മദ്യപാനം വർദ്ധിക്കലും ഇതുപോലെ തന്നെയാണ്. ചോദ്യം: ഈ ഉമ്മത്തിലെ പിൻഗാമികളെ തള്ളിപ്പറയലും അന്ത്യനാളിൻ്റെ അടയാളമാണോ? ഉത്തരം: അതെ. നവീനവാദികൾ സ്റ്റേജിലും പേജിലും ഈ പേജിലും ഇതാണല്ലോ ചെയ്യുന്നത്. ചോദ്യം: മുസ്ലിങ്ങളിൽ തന്നെ ചിലർ അറബികളെ വംശീയമായി അധിക്ഷേപിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് ഹദീസിൽ വല്ലതുമുണ്ടോ? ഉത്തരം: ഉണ്ട്. അറബികളെ സ്നേഹിക്കൽ ഈമാനിൻ്റെ ഭാഗവും അവരോട് വെറുപ്പുണ്ടാവൽ കുഫറുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അറബികൾ ചെയ്യുന്ന തെറ്റുകൾ വെറുക്കരുതെന്നല്ല, അറബിയെ അറബിയായതിൻ്റെ പേരിൽ മാത്രം വെറുക്കുന്നതിനെയാണ് ഉദ്ദേശിച്ചത്. ചോദ്യം: ഈ രീതിയിൽ സമുദായം നശിച്ചാൽ എന്ത് ദുരന്തങ്ങളാണ് ഉണ്ടാവുക? ഉത്തരം: വിവിധങ്ങളായ പ്രകൃതി ദുരന്തങ്ങളുണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം: മനുഷ്യർ ചെയ്യുന്ന അതിക്രമങ്ങൾ പ്രകൃതിയുടെ നാശത്തിന് കാരണമാവുമെന്ന് ശാസ്ത്രം പറയുന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതല്ലേ? ഉത്തരം: അതെ. ആഗോളതാപനം വരെ ഇതിൽപ്പെടും. പൊട്ടിയ മുത്തുമാലയിലെ മുത്തുകൾ വീഴും പോലെ അടയാളങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കൊടുങ്കാറ്റും ഭൂമി കുലുക്കവും ഇതിൻ്റെ ഭാഗമാണ്. സുനാമിയുടെ ഭയാനകത നാം നേരിട്ട് കണ്ടു. കിണറുകളും മറ്റും പെട്ടെന്ന് അപ്രത്യക്ഷമാവലിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രൂപമാറ്റം ഉണ്ടാവുന്നതും ഇതിൽപ്പെടും. ആകാശത്ത് നിന്ന് കല്ല് വർഷിപ്പിക്കുമെന്നും ഹദീസിലുണ്ട്. ഇതൊക്കെ നാം കണ്ടതുമാണ്. ചോദ്യം: ഇമാം മഹദിയുടെ വരവിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഉത്തരം: എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പേരിനോട് സാദൃശ്യമുള്ള പേരുമായി ഒരാൾ അറബികളെ അധീനപ്പെടുത്തുന്നതുവരെ ലോകം അവസാനിക്കില്ല. ചോദ്യം: ഇമാം മഹദിയുടെ പേരെന്താണ്? മഹദി ഇമാം ഭൂമിയിൽ എന്താണ് ചെയ്യുക? ഉത്തരം: മുഹമ്മദ്. മഹദി ഇമാം ഭൂമിയിൽ നീതി കൊണ്ട് നിറക്കും. അക്രമവും അനീതിയുമുള്ള കാലം അവസാനിക്കും. ലോകം ശാന്തമാകും. ചോദ്യം: നബിയുടെ കുടുംബത്തിലെ ആരുടെ സന്താന പരമ്പരയിലാണ് മഹദി ഇമാം വരിക? ഉത്തരം: ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ. ചോദ്യം: മറ്റു വല്ല ലക്ഷണവും പറഞ്ഞിട്ടുണ്ടോ? ഉത്തരം: ഉണ്ട്. നെറ്റിത്തടം വിശാലമായിരിക്കും. മൂക്ക് ഉയർന്നതായിരിക്കും. 7 വർഷം നാട് ഭരിക്കും. ചോദ്യം: മുസ്ലിം സമുദായം എല്ലാ അഭയസ്ഥാനവും നഷ്ടപ്പെട്ട് അക്രമത്തിനും അനീതിക്കും ഇരയാവുമ്പോഴാണോ ഇമാം മഹദി വരിക? ഉത്തരം: അതെ. ഒരു രക്ഷകനെപ്പോലെ. ആകാശലോകത്തുള്ള മലക്കുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ഭൂമിയിലെ ജനങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. കടലിലെ മത്സ്യമടക്കം ഭൂമിയിലെ സകല ജീവികളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. അന്ന് ധാരാളം മഴ പെയ്യും. ഭൂമിയിൽ ചെടികൾ കൂടുതൽ മുളക്കും. മരിച്ചുപോയവർ ഇതൊക്കെ കണ്ടെങ്കിൽ എന്ന് അന്ന് ജീവിച്ചിരിക്കുന്നവർ ആഗ്രഹിച്ചു പോകും. ചോദ്യം: ഇമാം മഹദിയുടെ ദാനശീലം എങ്ങനെയായിരിക്കും? ഉത്തരം: ചോദിച്ചു വരുന്നവർക്ക് തൻ്റെ വസ്ത്രത്തിൽ ചുമന്ന് കൊണ്ടുപോകാനാവുന്നതത്രയും വാരിക്കോരി കൊടുക്കും.